ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഉണ്ണി പ്രതാപിനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു എന്നറിയുമ്പോൾ തന്നെ കരുണ ആകെ ഭയപ്പെടുന്നുണ്ട്. തുടർന്ന് അച്ഛൻ ഇപ്പോൾ ആകെ വയലൻ്റ് ആണെന്നും കാണാൻ ചെല്ലുന്നവരെ തല്ലാൻ പിടിക്കുന്നുണ്ട് എന്നൊക്കെയാണ് മുത്തശ്ശി പറയുന്നത്. അതുകൊണ്ട് ഉണ്ണിയേട്ടൻ ഇപ്പോൾ പോകാതിരിക്കുന്നതാണ് നല്ലത് എന്നെല്ലാം കരുണ പറയുമ്പോൾ ഞാൻ ഡോക്ടറെ വിളിച്ചിരുന്നു എന്നും അങ്ങേരെ ആരൊക്കെയോ കൊന്നിട്ടുണ്ടെന്നൊക്കെയാണ് വിളിച്ചു പറയുന്നത്. ഇനി എൻ്റെ അച്ഛനെയെങ്ങാനും ആയിരിക്കും എന്ന് ഉണ്ണി ചോദിക്കുമ്പോൾ അതെന്താ ഉണ്ണിയേട്ടൻ അങ്ങനെ പറയുന്നത്? ഈ അവസ്ഥയിൽ ഉണ്ണിയേട്ടനെ എന്നല്ല മറ്റു പലരെയും കൊന്നിട്ടുണ്ടെന്നൊക്കെയാണ് അച്ഛൻ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഉണ്ണിയെ തടഞ്ഞു നിർത്തുന്നുണ്ട് കേട്ടോ കരുണ. ശേഷം മഹിയെ എന്തോ ഒന്ന് അലട്ടുന്നുണ്ട് എന്നുള്ള കാര്യം ലേഖ അനന്തുവിനെ അറിയിക്കുന്നു. അപ്പോൾ ഇതേ സമയം കണ്ണം വരുന്നുണ്ട്. കണ്ണം വരുമ്പോൾ കാണുമ്പോൾ തന്നെ മഹിയുടെ നെഞ്ചെടുപ്പ് കൂടുകയാണ്. തുടർന്ന് കണ്ണേട്ടൻ പ്രതാപനെ കാണാൻ പോയി എന്നറിഞ്ഞപ്പോൾ പുതിയ മഹി വല്ലാത്ത ടെൻഷനിലായിരുന്നു എന്ന് പറയുന്നുണ്ട് ലേഖ. തുടർന്ന് കണ്ണേട്ടൻ അയാളെ കണ്ടോ എന്ന് മഹിയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൻ ഹോസ്പിറ്റലിൽ നടന്ന കാര്യങ്ങളെല്ലാം അവരോട് പറയുന്നുണ്ട്. മുത്തശ്ശി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എന്നും നിങ്ങളുടെ മകനെ എന്തോ എന്നോട് പറയാനുണ്ട്, അത് അയാളെ കണ്ട് നേരിട്ട് ചോദിക്കാനാണ് ഞാൻ വന്നതെന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ അവൻ സമനില തെറ്റി കിടക്കുകയാണെന്നും ഇപ്പോൾ അവനെ ICUവിലേക്ക് കൊണ്ടിരിക്കുകയാണെന്നെല്ലാം മുത്തശ്ശി പറയുന്നുണ്ട്. ഇപ്പോൾ നീ അവനെ കണ്ടാൽ ശരിയാവില്ല, അല്ലെങ്കിൽ തന്നെ നിനക്കും അവൾക്കുമൊക്കെ ഞങ്ങൾ ശത്രുക്കളല്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മുത്തശ്ശി കണ്ണനെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നുണ്ട്. ഏതായാലും കണ്ണന് ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. മുത്തശ്ശിയുടെ ആ ഭാവത്തിൽ നിന്ന് പെരുമാറ്റത്തിൽ നിന്നൊക്കെ കണ്ണന് വല്ലാത്തൊരു സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം കണ്ണൻ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്. കരുണയുടെ മുത്തശ്ശി എന്തോ ഒന്ന് ഒളിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. മനഃപൂർവ്വം എന്നെ അയാളെ കാണാൻ അനുവദിക്കാത്തതുപോലെ എന്നും കണ്ണൻ പറയുമ്പോൾ മഹി വീണ്ടും വല്ലാതെ തന്നെ പരിഭ്രമിക്കുന്നുണ്ട്. കണ്ണേട്ടൻ പ്രതാപനെ കാണാൻ പോയപ്പോൾ മുതൽ മഹി ആകെ ടെൻഷനിലായിരുന്നു എന്ന് ലേഖ വീണ്ടും പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലടോ, അയാൾ ഇനി എന്നെ എന്ത് ചെയ്യാനാ? താനിങ്ങനെ വെറുതെ ഓരോന്നോർത്ത് വിഷമിക്കാതെ എന്ന് പറയുന്നുണ്ട് കണ്ണൻ. 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ അയാളെ വീണ്ടും ചെന്ന് കാണുന്നുണ്ട്. അയാൾക്ക് എന്താ പറയാനുള്ളതെന്ന് അറിയണമെന്നല്ലോ എന്ന് കണ്ണൻ പറയുമ്പോൾ എന്തായാലും അയാൾക്ക് എന്തായിരിക്കും നിന്നോട് പറയാനുണ്ടാവുക എന്ന് അനന്തവും ചോദിക്കുമ്പോൾ അതാ എനിക്ക് മനസ്സിലാകാത്തതെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. പിന്നീട് കരുണ വാമദേവനെ കാണാനായിട്ട് എത്തുന്നു. എത്രയും പെട്ടെന്ന് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയേ പറ്റൂ. ഇന്ന് എനിക്ക് ഉണ്ണിയേട്ടൻ അച്ഛനെ കാണുന്നതിൽ തടഞ്ഞു നിർത്താൻ പറ്റി. എന്നും ഉണ്ണിയേട്ടൻ എന്നോട് പറഞ്ഞിട്ടായിരിക്കണമെന്നില്ല ഹോസ്പിറ്റലിലേക്ക് പോകാൻ പോകുന്നത്. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ കരുണ. കണ്ണനും പ്രതാപനെ കാണാനായിട്ട് ഇന്ന് ഹോസ്പിറ്റലിൽ വന്നിരുന്നു. മോളുടെ മുത്തശ്ശി തൽക്കാലം കണ്ണനെ അവിടെ നിന്നും പറഞ്ഞു വിട്ടു എന്നെല്ലാം. എന്തായാലും കണ്ണൻ ഒരു ദിവസം പ്രതാപനെ തിരക്കി വരാതിരിക്കില്ല. അങ്ങനെ കണ്ണനോ ഉണ്ണിയോ പ്രതാപൻ്റെ നാവിൽ നിന്നും സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജയിലിലേക്ക് പോവുകയാണെങ്കിൽ എനിക്കൊപ്പം അവനും ഉണ്ടാകും. 20 വർഷം മുൻപ് നടന്ന കൊലപാതകമാണ്. പ്രതാപൻ ജയിലിലേക്ക് പോയാൽ പിന്നെ നിന്റെ കുടുംബം പാപ്പരാകും. ഉണ്ണിയും ദുർഗയൊക്കെ നിന്നെ കൈയൊഴിയും. നീ അനാഥയാകും. നിന്റെ മുത്തശ്ശിക്ക് ഇനി അധിക ആയുസ്സൊന്നുമില്ല. അതുകൊണ്ട് എന്നേക്കാൾ കൂടുതൽ ദുരനുഭവം ഉണ്ടാകാൻ പോകുന്നത് നിനക്കാണെന്ന് പറഞ്ഞുകൊണ്ട് കരുണയെ പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ വാമദേവൻ. തുടർന്ന് ഈ പ്രശ്നം മറികടക്കണം. കണ്ണേട്ടനോ ഉണ്ണിയേട്ടനോ സത്യങ്ങളൊന്നും അറിയാൻ പാടില്ല. അതിന് അമ്മാവൻ എന്ത് ചെയ്താലും അതിന് ഞാൻ കൂടെ തന്നെ ഉണ്ടാകുമെന്നെല്ലാം കരുണ പറയുമ്പോൾ കണ്ണൻ ജീവിച്ചിരിക്കാൻ പാടില്ല. ഇപ്പോൾ കണ്ണൻ സത്യം അറിയുന്നതിനെയാണ് നമ്മൾ കൂടുതൽ പേടിക്കേണ്ടത്. കാരണം സ്വന്തം അച്ഛനെന്ന് പറഞ്ഞാൽ അവന് ജീവൻ്റെ ജീവനായിരുന്നു. കണ്ണൻ ഇല്ലാതാകുന്നതോടെ ഈ സത്യത്തിന് പ്രസക്തി ഇല്ലാതാകും. ഉണ്ണിയെയും ദുർഗയെയൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കൂടെ നിർത്താം എന്നൊക്കെ വാമൻ പറയുന്നുണ്ട് കേട്ടോ കരുണയോട്. അതിന് മോള് തന്നെ ഇറങ്ങി പുറപ്പെടണം. കണ്ണനെ എങ്ങനെയെങ്കിലും ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാൻ മോള് മുൻകൈ എടുക്കണമെന്നും വാമദേവൻ പറയുന്നുണ്ട് കേട്ടോ കരുണയോട്. പിന്നീട് മഹി അമ്മയെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. അങ്ങനെ മഹി പോയ ഉടനെ തന്നെ മഹിക്ക് എന്തൊക്കെയോ വിഷമങ്ങളുണ്ട്, അതെന്താണെന്നാണ് മനസ്സിലാകാത്തത് എന്നെല്ലാം അനന്തവും ലേഖയും പറയുന്നുണ്ട്. അങ്ങനെ അമ്മയുടെ അടുത്ത് എത്തിയിട്ട് മഹി പറയുന്നുണ്ട്, അമ്മ എല്ലാം അറിഞ്ഞു കാണുമല്ലോ. കരുണയുടെ അച്ഛൻ എല്ലാവരോടും എല്ലാം വിളിച്ചു പറയുകയാണ്. ഇതെങ്ങാനും കണ്ണേട്ടൻ്റെ ചെവിയിലെത്തിയാൽ, കണ്ണേട്ടൻ്റെയോ ഉണ്ണിയേട്ടൻ്റെയോ ചെവിയിലെത്തിക്കഴിഞ്ഞാൽ പേടിക്കണം. പ്രതാപൻ്റെ ശല്യം സഹിക്കാൻ കഴിയാതെ ഞാനിത് ഏത് നിമിഷം വേണമെങ്കിലും കണ്ണേട്ടനോട് തുറന്നു പറയും എന്ന് പേടിച്ചിരുന്നു കരുണയുടെ മുത്തശ്ശിയും പ്രതാപനും കരുണയും ഒക്കെ കഴിഞ്ഞിരുന്നത്. ഇപ്പോൾ മറിച്ചാണ് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
പ്രതാപൻ കണ്ണേട്ടനോട് എല്ലാം തുറന്നു പറയുമോ എന്ന് പേടിച്ചാണ് ഓരോ നിമിഷവും കഴിച്ചു കൂട്ടുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വല്ലാതെ തന്നെ അമ്മയുടെ മുന്നിൽ സങ്കടപ്പെടുന്നുണ്ട് മഹി. എന്ത് ചെയ്യണം എന്ന് എനിക്ക് ഒരു രൂപവും കിട്ടുന്നില്ല അമ്മേ. ആദ്യമേ തന്നെ കണ്ണേട്ടനോട് എല്ലാം തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നു. ഇതിപ്പോൾ കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടും ഞാൻ കണ്ണേട്ടനോട് ഒന്നും തുറന്നു പറയാതിരുന്നാൽ അത് സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ കണ്ണേട്ടൻ എന്നെ വെറുക്കുമോ എന്ന് എനിക്കൊരു പേടിയുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. ആ പേടി എനിക്കും ഉണ്ട് മോളെ. സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധത്തിനിടയിൽ വിള്ളലുണ്ടാകുമോ എന്ന് അമ്മയും ഭയപ്പെടുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ മോഹിനി. തുടർന്ന് ഞാനിത് അനന്തുവേട്ടനോടും ലേഖയോട് പോലും പറഞ്ഞിട്ടില്ല. എൻ്റെ മുഖത്തെ പ്രയാസം അവരും ശ്രദ്ധിക്കുന്നുണ്ടെന്നെല്ലാം മഹി പറയുമ്പോൾ മോൾ അവരോടെല്ലാം തുറന്നു പറയണം. ഈ സമയത്ത് ഇങ്ങനെ ടെൻഷൻ അനുഭവിക്കുന്നത് കുഞ്ഞിന് നല്ലതല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ മോഹിനി. അങ്ങനെ തിരികെ മഹി അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിലെത്തുന്നു. അപ്പോൾ മഹിയെ കാണുമ്പോൾ തന്നെ എന്താ മഹി കരഞ്ഞതുപോലെ ഉണ്ടല്ലോ, എന്താ കാര്യം എന്ന് ലേഖ ചോദിക്കുമ്പോൾ ഞാനിത് ഇനിയും ഒളിച്ചു വെക്കുന്നില്ല ലേഖയെ, നിങ്ങൾ രണ്ടുപേരും എല്ലാം അറിയണമെന്ന് പറഞ്ഞുകൊണ്ട് മഹി ആ രഹസ്യം അനന്തുവിനോടും ലേഖയോടും തുറന്നു പറയുന്നു. കണ്ണേട്ടൻ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ വെറുക്കുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഇതുവരെ കണ്ണേട്ടനോട് തുറന്നു പറയാതിരുന്നത്. എല്ലാം എൻ്റെ തെറ്റാണെന്നും പറഞ്ഞുകൊണ്ട് മഹി പൊട്ടിക്കരയുന്നുണ്ട്. അപ്പോൾ അനന്ത് പറയുന്നുണ്ട് മഹി എത്രയും പെട്ടെന്ന് ഇത് കണ്ണനെ അറിയിക്കണം. കണ്ണൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അതിലുപരി അവൻ എന്നെ ഒരു കൂടപ്പിറപ്പായിട്ടാണ് കാണുന്നത്. മഹി അറിയാത്ത ഒരു രഹസ്യവും അവൻ്റെ മനസ്സിലില്ല. അതുകൊണ്ട് ഇത് മറച്ചു വെച്ചിട്ട് അവൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കാൻ എനിക്കോ ലേഖയ്ക്കോ കഴിയില്ല. അതുകൊണ്ട് മഹിയും ഇത് കണ്ണനെ എത്രയും പെട്ടെന്ന് തുറന്നു പറയണം എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ അനന്തു. അങ്ങനെ മഹി കണ്ണനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ തന്നെ തീരുമാനിക്കുന്നു. ഇതേ സമയം മഹിയാണെങ്കിൽ കണ്ണൻ ഒരിക്കലും സത്യങ്ങളൊന്നും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ണനെ കൊലപ്പെടുത്താനുള്ള ഒരു ഗൂഢപദ്ധതി മനസ്സിൽ ആസൂത്രണം ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്